പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മനുഷ്യന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വാർത്ഥത എന്ന ഗുണത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം റീസെൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല സംഭവങ്ങളും, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, മറ്റ് ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട ലോകത്തുണ്ടാകുന്ന സകലമാന കുഴപ്പങ്ങളും, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, എല്ലാ കാര്യങ്ങളിലും സ്വാർത്ഥത ഒരു പ്രധാന ഘടകമായിട്ട് വർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സെൽഫിഷ് ജീൻ എന്ന പുസ്തകത്തിലൂടെ റിച്ചാർഡ് ഡോക്കിൻസ് വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് ജീനുകൾ തങ്ങളുടെ കാര്യങ്ങളെ അടുത്ത തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ആ പുസ്തകം റിച്ചാർഡ് ഡോക്കിൻസിന്റെ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി മനുഷ്യൻ ഒരു സെൽഫിഷ് ജീവിയാണ്. പക്ഷേ പരമ്പരകളായിട്ട് അല്ലെങ്കിൽ പരിണാമത്തിന്റെ വളർച്ചയിൽ ഈ സെൽഫിഷ് കൊണ്ട് മാത്രം അവന് നിൽക്കാൻ പറ്റില്ല എന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് അൺസെൽഫിഷ്നെസ് അവൻ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അൺസെൽഫിഷ്നെസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഈ സമൂഹം നിലനിൽക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം. വയസ്സായ ഒരപ്പൂപ്പൻ എന്തിനാണ് വൃക്ഷങ്ങൾ നടുന്നത് എന്ന ചോദ്യം, അദ്ദേഹത്തിന്റെ കാലത്ത് ആ വൃക്ഷത്തിന്റെ തണൽ അദ്ദേഹത്തിന് പറ്റില്ല. വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിട്ടുകൊടുക്കുന്ന ആ തണലാണത്. അതേപോലെ നിരവധി പേർ നമുക്കായിട്ട് പാകിയിട്ടുള്ള മരങ്ങൾ നമുക്ക് തണലുകളായിട്ടുണ്ട്. പല ആളുകളും ഇതില് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തങ്ങൾ മരിച്ചു പോയാൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചെയ്തൊന്നുമല്ല. ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്ത ആളുകളെങ്കിലും പല ആളുകളും അത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനുഷ്യന്റെ ധാർമ്മികത, മനുഷ്യൻ ഇന്നീ കാണുന്ന മതം എല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഇത്തരം പ്രവർത്തികൾ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് അവൻ കരുതി വെച്ചിരുന്നു. അവന്റെ രീതി മാത്രമല്ല, പക്ഷെ അവിടങ്ങളിലൊക്കെ ഗോത്രീയത പ്രധാന പ്രശ്നമായി വരികയും തന്റെ ഗോത്രത്തിന്റെ ആളുകൾ എന്ന രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അവിടെയാണ് ഈ കുഴപ്പം. ആ ഗോത്രീയത കടന്നുകൊണ്ട് ആ ഗോത്രത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പിന്നീട് അവനും അവന്റെ ഭാര്യയും എന്നുള്ള അവസ്ഥയിലേക്കും തട്ടാനും എന്ന് പറയുന്ന നമ്മളിന്ന് ഒരു പറയുന്ന ചൊല്ലിലേക്ക് മാറുന്ന ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വരുന്ന കാര്യം നമ്മുടെ കാര്യം നടത്തുക. വീട്ടുകാർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അത്രയും സെൽഫിഷ് ആയിട്ടാണ് നമ്മൾ വളരുന്നത്. സഹാനുഭൂതി എന്ന് പറയുന്നത് നമ്മുടെ അടുത്തു കൂടെ കടന്നു പോവില്ല മറ്റുള്ളവരെ. ഒരു കുട്ടി ഉപദ്രവിച്ചു എന്ന കാര്യം പറയുമ്പോഴും ആ കുട്ടിയെ കുറിച്ച് മോശമായ രീതിയിലാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അവരങ്ങനെ ചെയ്യുക, അവർ നിന്റെ ഫുഡ് എടുക്കരുത്, അവരങ്ങനെ ചെയ്യരുത്. ഇത്തരത്തിൽ കുട്ടികളെ വളർത്തുകയാണ്. മാത്രമല്ല, വീട്ടിലെ ആളുകളുടെ പ്രവൃത്തിയും സെൽഫിഷ് ആയിട്ടാണ്. ഇത് കാണുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് സെൽഫിഷ്നെസ് ഉണ്ടാവുക? ആ കുട്ടി തീർച്ചയായിട്ടും അവന്റെ കാര്യം എന്ന നിലയിലേക്ക് സ്വാഭാവികമായിട്ട് മാറും. അവിടെയാണ് നമ്മൾ എവിടെ ഇതിനെ നിർത്തിയിരിക്കുന്നത്. ഇതെന്താണ് ഇതിന്റെ കുഴപ്പം? അൾട്ടിമേറ്റ്ലി എല്ലാ മനുഷ്യരും സ്വാർത്ഥരായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ സ്വാർത്ഥരായി പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളും ഈ പറയുന്ന വ്യക്തികൾ, അതേപോലെ സാഹചര്യങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളായിട്ട് വന്ന് ഭവിക്കും. എല്ലാം നമുക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടും നമ്മളോട് മോശം കാണിക്കുന്നതായിട്ടും നമ്മൾ പരാതി പറയാൻ തുടങ്ങും. കാരണം നമ്മൾ അറിയാതെയെങ്കിലും തെറ്റായ ആശ്രയത്വത്തിന്റെ പിടിയിലായിരിക്കും. നമ്മുടെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. മറ്റുള്ള ആളുകളെ ആശ്രയിച്ചാണ് മനുഷ്യർ നിലനിൽക്കുന്നത്. ആ ഡിപ്പെൻഡൻസി പെട്ടെന്ന് ഇല്ലായ്മ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇല്ലാതെ ആയാൽ, നമുക്ക് പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങും. ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എതിർപക്ഷം നിൽക്കുന്ന ആളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കുടുംബത്തിന്റെ ഉള്ളിലൊക്കെ വലിയ സംഘർഷങ്ങളായിട്ട് മാറുന്നതും. ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നലെ വരെ അയാളുമായി ഒന്നിച്ചു ചേർന്ന എല്ലാ സംഭവങ്ങളെയും റദ്ദ് ചെയ്തുകൊണ്ട് അയാളുടെ കുറ്റം പറയാനായിട്ട് നമ്മൾ ആരംഭിക്കും. ഇത് പല രീതിയിലും അവരും അറിയും, അവരും തിരിച്ചു പറയാൻ തുടങ്ങും. ഈ ഈഗോ ഒരു കാരണവശാലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ വലിയൊരു വിട്ടുകൊടുക്കലും വിട്ടു നിൽക്കലിനും ഒരാൾ തയ്യാറാവണം. ഇതില്ലാത്തതാണ് ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും മൂലകാരണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ലോകത്തെ മാറ്റാനൊന്നും സാധ്യമല്ല എന്ന് പറയാറുണ്ട്. നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ മാറ്റം മറ്റുള്ളവരോട് പറയാൻ പറ്റും. അപ്പോൾ അൺസെൽഫിഷ്നെസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കല പോലെയാണ് അഭ്യസിക്കാറുള്ളത്.
അത് പറഞ്ഞാൽ ഒട്ടും സ്വാർത്ഥതയില്ലാതെ എല്ലാ കാര്യവും അത് എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയുന്ന ആ നിർഗുണ പരബ്രഹ്മ അവസ്ഥയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സയന്റിഫിക് ആയിട്ട് തന്നെ എനിക്കറിയാം ഞാൻ സെൽഫിഷാണ്, എൻ്റെ സ്വഭാവങ്ങൾ സെൽഫിഷാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കുമ്പോൾ അതുകൊണ്ട് അപരനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ബോധമുണ്ടാവുക, അപരന്റെ ഭാഗത്തും ചിന്തിക്കുക. സാമ്പത്തിക കാര്യങ്ങളിലായിക്കോട്ടെ, മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ അൺസെൽഫിഷ്നെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാണ്. ഏതൊരു കാര്യമുണ്ടാകുമ്പോഴും അതിൻ്റെ മൂലകാരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നല്ലാതെ അന്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനം. അപ്പോൾ അതുപോലെ നമ്മൾ സ്വാർത്ഥതയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾ നമ്മളെങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ക്ഷേത്രത്തിന്റെ പറമ്പിലിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു കണ്ടു കഴിഞ്ഞാൽ 70ഓളം വയസ്സ് വരുന്ന ഒരാൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പര ബന്ധമില്ല, മാനസികമായിട്ടുള്ള അസുഖമാണ്, എന്തോ അദ്ദേഹത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പല രീതിയിൽ അദ്ദേഹത്തിന് ആരൊക്കെയോ ദ്രോഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വീടില്ലാതെയായി തെരുവിലാണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവിടെ എന്തെങ്കിലും അന്ന് ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ എനിക്ക് അവിടെ മേടിച്ചു കൊടുക്കാൻ പറ്റൂ. മറ്റേ കാര്യങ്ങൾ ഞാൻ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് എൻ്റെ കയ്യിലെ പൈസ എന്തല്ല എന്ന് പറഞ്ഞ് കൊടുക്കുക എന്ന് പറയാം. കാരണം അദ്ദേഹത്തെ കുറിച്ച് അറിയണം, ഞാൻ കൊടുക്കുന്ന പൈസ പലപ്പോഴും മദ്യപാനത്തിനടക്കം പല കാര്യങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിക്കാം, ഇല്ല അദ്ദേഹം പറഞ്ഞത് സത്യമാണോ എന്നറിയില്ല. നമ്മൾ സഹാനുഭൂതി നിറഞ്ഞ് പ്രവർത്തികൾ പോലും വിവേകത്തോടു കൂടി ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് ഈ അൺസെൽഫിഷ്നെസ് എന്ന് പറയുന്ന ഒരു വികാരം. കാരണം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ പരിഗണിക്കുകയും ചെയ്യുന്ന അൺസെൽഫിഷ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും പ്രധാനം, കാരണം നമ്മൾ നിലനിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. നമ്മൾ അവിടങ്ങളിലൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, വിട്ടുകൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവുക, പരിശോധനകൾ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ മാറിക്കൊണ്ട് നമ്മളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആദ്യം അത് സുഖമായി തോന്നില്ലെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലാവും ഇത്രത്തോളം സുഖം തരുന്ന ഒന്നില്ല. കാരണം മാറ്റാൻ പറ്റുന്നത് നമ്മളെ തന്നെയാണ്. ആ മാറ്റത്തിന്റെ തുടക്കം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രവർത്തികൾ, നമ്മൾ മറ്റുള്ളവരിൽ കുറ്റപ്പെടുത്തുന്ന പല കാര്യങ്ങളിലും നമ്മളിലുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ അൺസെൽഫിഷ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലും വിട്ടുകൊടുത്തുകൊണ്ടല്ല, പതുക്കെ പതുക്കെയാണ്. നമ്മൾ ഓരോ പ്രവൃത്തിയിലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കുറയാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിലുള്ളത് സ്വാർത്ഥതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മൾ ഏതൊക്കെ രീതിയിലാണോ ആളുകളെ കുറിച്ച് പരാതി പറയുന്നത്, ഇപ്പൊ നമ്മുടെ അമ്മയെ കുറിച്ചായിരിക്കാം, നമ്മുടെ സഹോദരനെ കുറിച്ചായിരിക്കാം, അവിടെ തെറ്റായ ആശ്രയത്വം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന നമുക്ക് നടത്താൻ പറ്റും. എവിടെയാണ് നമ്മൾ തെറ്റുകാരായത്, എവിടെയാണ് നമ്മൾ മാറേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ പരിഗണിക്കേണ്ടത്. അതിപ്പോ വീട്ടിന്റെ അതിർത്തി തർക്കങ്ങൾ തൊട്ട് ഏത് ഒരു കാര്യവും നമ്മൾ എടുക്കുക. നമുക്ക് സംഘർഷമുള്ള, നമ്മുടെ വിരോധമുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റില് നമ്മുടെ പ്രവൃത്തി എന്താന്ന് എഴുതുക. അവർക്ക് വിരോധം വരാൻ അത് എളുപ്പമല്ല, കാരണം ആ വിരോധം ആദ്യം മാറ്റി വെച്ചാൽ ഇത് എഴുതാൻ പറ്റും. അവിടെ നമുക്ക് കാണാൻ പറ്റും സ്വാർത്ഥതയാണ് കാരണം. സ്വാർത്ഥതയില്ലാതെ നമ്മളെ ഒരു കുഴപ്പങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതിനർത്ഥം നെഗറ്റീവായ മനുഷ്യരില്ലാന്നോ നെഗറ്റീവായ കാര്യങ്ങളില്ല എന്നുമല്ല. ആ നെഗറ്റീവായ ആളുകളുടെ വാക്കുകളും പ്രവർത്തികളും നമുക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കുഴപ്പമുണ്ട്. ഇതാണ് സിദ്ധാന്തം. എന്തിനാ നമ്മൾ മാറണം? നമ്മൾ വൈകാരികമായിട്ട് തടഞ്ഞിരുന്നാൽ മാത്രമേ ഈ പറയുന്ന നെഗറ്റീവ് ആളുകൾക്ക് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റൂ. ഈവൻ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പോലും നമ്മളിൽ നിയന്ത്രണം അവർ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമുണ്ടാവുമ്പോഴാണ്. നാർസിസ്റ്റിന് സന്തോഷം കിട്ടുന്നത് തന്നെ അവിടെയാണ്. അപ്പൊ അതിന് നമുക്ക് മാറ്റം ഉണ്ടാവണം. ഓരോ പ്രവൃത്തികളെയും നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടേതായ രീതിയിലായിക്കൊണ്ട്, നമ്മുടെ സെൽഫിഷ് മാറ്റിക്കൊണ്ട് അൺസെൽഫിഷ്നെസ്സിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.